ഇവിടെ ഞങ്ങൾ മഴയത്ത് നിർത്തുകയല്ല ചെയ്തത്. ആ കുടുംബത്തിന് കുട പിടിച്ചു കൊടുക്കുകയാണ് മഴയിൽ നിൽക്കുമ്പോൾ. അതാണ് SFI ചെയ്തത്. ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല. കാരണം 6-ാം തീയതി ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ്. അത് റിപ്പോർട്ടർ ചാനലിന് മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ മാത്രമാണ്. കേരളത്തിൽ ജനുവരി മാസം 6-ാം തീയതി നെഹ്റു കോളേജിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത പുറത്തു കൊടുക്കുന്നത്. അതിനുശേഷം 7-ാം തീയതി SFI സമരം തുടങ്ങുന്നു. ആ 7-ാം തീയതിയാണ് ഈ മഹിജ എന്ന് പറയുന്ന അമ്മയുടെ കണ്ണുനീർ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടത്. ജിഷ്ണു പ്രണോയുടെ ശരീരത്തിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്ന ആ അമ്മയെ ഞങ്ങൾ കണ്ടത്. അന്നായിരുന്നു അവർ മഴയത്ത് നിൽക്കുന്നത്. ഞങ്ങളൊന്ന് കുട പിടിച്ചു. 9-ാം തീയതി പാമ്പാടി നെഹ്റു കോളേജിനകത്തേക്ക് SFI മാർച്ച് നടത്തി. ഞങ്ങൾ ആ കോളേജ് അടിച്ചു തകർത്തപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ വന്ന വാർത്ത എന്താ? ഒരു പ്രമുഖ കോളേജ് SFI അടിച്ചു തകർത്തു എന്നായിരുന്നു. പിന്നീടാണ് അത് പാമ്പാടി കോളേജാണ് എന്നും കൃഷ്ണദാസിന്റെ കോളേജാണ് എന്നും പറയേണ്ടതായി വന്നത്. അവിടെ നിന്നാണ് ജിഷ്ണുവിന്റെ കേസും സംഭവം എല്ലാം ആരംഭിക്കുന്നത്. ഇവിടെ കേരളത്തിലെ പോലീസുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുമ്പോൾ തന്നെ ഞാൻ പറയാം, ഇന്നലെ ഞങ്ങൾ പറഞ്ഞു പോലീസ് സംയമനം പാലിക്കണമായിരുന്നു. ഞങ്ങൾ ആ അമ്മക്കൊപ്പം തന്നെയാണ്. ജിഷ്ണുവിന്റെ നീതിക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യം തന്നെയാണ് SFI മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിലെ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പരിശോധിക്കണം. ആത്മഹത്യ എന്ന് പറഞ്ഞ് തള്ളേണ്ട ഒരു കേസിൽ നിന്നാണ് ഇവിടെ കൊലപാതക ശ്രമം വരെ നടന്നു എന്നതിൽ ഇന്ന് ആ കേസ് നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ അതിന്റെ ക്രെഡിറ്റ് പോലീസിനാണോ? എന്തൊക്കെ ആക്ഷേപങ്ങൾ ഈ കേസിന്റെ അന്വേഷണത്തെ കുറിച്ച് ജിഷ്ണുവിന്റെ ബന്ധുക്കൾ ഉന്നയിച്ചു? തന്റെ മകന്റെ മരണം ഇങ്ങനെ ഒരു ആത്മഹത്യയായി പോകരുതെന്ന ഒരു അമ്മയുടെയും കുടുംബത്തിന്റെയും നിർബന്ധ ബുദ്ധി ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഇപ്പോൾ എവിടെ എത്തുമായിരുന്നു? 6-ാം തീയതി മരണം നടന്നിട്ട് തൊട്ടടുത്ത മാസം ഫെബ്രുവരിയിൽ 13-ാം തീയതിയല്ലേ ഇക്കാര്യത്തിൽ ഇപ്പോഴത്തെ പ്രതികളെ ചേർത്ത് ഒരു കേസ് എടുത്തിട്ടുള്ളത്? അതിന് ഈ കുടുംബത്തിന്റെ എത്ര വലിയ സമ്മർദ്ദം വേണ്ടി വന്നു? തുടർന്ന് ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ സമരം ചെയ്യുകയാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. മാധ്യമങ്ങളെ കാണേണ്ടി വന്നു. എല്ലാ വാതിലുകളും മുട്ടേണ്ടി വന്നു. ഈ കുടുംബത്തിന്, ഈ അമ്മയ്ക്ക് ഒരമ്മയുടെ പോരാട്ടത്തിന്റെ മാത്രം ഫലമാണ് ഇന്ന് അതൊരു ആത്മഹത്യാ പ്രേരണ കേസെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതല്ലാതെ ആർക്കും ഒരു അവകാശവാദവും ഇല്ലതിൽ. അവിടെ ഞാൻ അവകാശവാദത്തിന് വേണ്ടി പറഞ്ഞതല്ല, ഞങ്ങൾ നടത്തിയ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾ നടത്തിയ ഇടപെടൽ ജിഷ്ണുവിന്റെ കുടുംബം, അമ്മാവനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, ആരും പറയില്ല. ഞാനിവിടെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി SFI എന്തൊക്കെയോ ചെയ്തു, അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണം എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. ഞാനിവിടെ പറഞ്ഞത് ജിഷ്ണു പ്രണോയുടെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, മരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ ആരും ഏറ്റെടുക്കാതിരുന്ന ആ ഘട്ടം മുതൽ ഇവിടെ ഇതൊരു ആത്മഹത്യ ഉണ്ടാകില്ല എന്ന് ആ അമ്മ എന്റെ കയ്യിൽ പിടിച്ചാണ് പറഞ്ഞത്. ഞാൻ ആ ശരീരം കെട്ടിപ്പിടിച്ചപ്പോൾ, എന്റെ മകന്റെ ശരീരം കെട്ടിപ്പിടിച്ച സമയത്ത് അവന്റെ മുഖത്ത് അടികൊണ്ട പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് ആ അമ്മ പറഞ്ഞതിൽ നിന്നാണ് ഞങ്ങൾ സമരം ആരംഭിച്ചത്. ഞങ്ങൾക്ക് ക്രെഡിറ്റ് ആവശ്യമില്ല, ഞങ്ങൾ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുമല്ല പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഉണ്ടായിരുന്നു ആ കുടുംബത്തോടൊപ്പം എല്ലാ ഘട്ടത്തിലും. ഞങ്ങൾ ഉണ്ടായില്ല എന്ന് ആ കുടുംബം പറയട്ടെ. ആ കുടുംബത്തിൽ ആര് വേണമെങ്കിൽ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല പറഞ്ഞതും. പക്ഷേ പോലീസിന് കേസെടുത്ത് ഈ നില വരെ പോകേണ്ടി വന്നത് ആ കുടുംബത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത, സന്ധിയില്ലാത്ത പോരാട്ടം കൊണ്ടാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്.